റിപ്പീറ്റഡ് ആയിട്ടുള്ള ഗർഭമലസൽ അഥവാ അബോർഷൻ ഈ ഫൈബ്രോയിഡ്സ് കാരണം ഉണ്ടാകാം. പ്രസവ സമയത്തും അത് കഴിഞ്ഞും ഇത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതായത് അമിത രക്തസ്രാവം, പ്രസവത്തിന് ശേഷമുള്ള അണുബാധ എന്നിവ അവയിൽ ചിലതാണ്. ആർത്തവ വിരാമത്തിന് ശേഷം വളരുന്ന മുഴകളും വളരെ വലിപ്പത്തിൽ വളരെ പെട്ടെന്ന് വളരുന്ന മുഴകളും ചിലപ്പോഴൊക്കെ ക്യാൻസറായി തീരാൻ സാധ്യതയുള്ളവയാണ്. ഗർഭിണികളിൽ പലപ്പോഴും ഈ ഫൈബ്രോയിഡ്സ് വളരുന്നതായി കാണാം. എന്നാൽ മറ്റു സങ്കീർണതകളൊന്നുമില്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ഇത് ചുരുങ്ങുന്നതായും കാണാം. ശാരീരിക പരിശോധനയിൽ ഈ മുഴകൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ പെൽവിക് അൾട്രാസൗണ്ട് സ്കാൻ, ട്രാൻസ്വജൈനൽ സോണോഗ്രാഫി എന്നിവ ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനകളിൽ ചിലതാണ്. ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായ ഔഷധങ്ങളുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ പലപ്പോഴും വളരെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഹോമിയോപ്പതിയുടെ ഒരു കാഴ്ചപ്പാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ്. ഈ വ്യത്യാസം രോഗാവസ്ഥയിലും ഓരോരുത്തരിലും പ്രകടമാണ്. ഓരോ വ്യക്തികൾക്കും ഒരേ രോഗാവസ്ഥയിൽ വ്യത്യസ്തങ്ങളായ ഔഷധങ്ങൾ വേണ്ടിവരുന്നത്. രോഗം ഒരവയവത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു വ്യക്തിയെ അത് മുഴുവനായും ബാധിക്കുന്നു. രോഗലക്ഷണങ്ങളോടൊപ്പം ഒരാളുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങളും സവിശേഷതകളും കണക്കാക്കിയാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിർണ്ണയിക്കുന്നത്. ഇങ്ങനെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ പരിഗണിച്ചുകൊണ്ട് മരുന്ന് നിർണ്ണയിക്കുന്നത് മൂലം ഇങ്ങനെയുള്ള ഫൈബ്രോയിഡിൻ്റെ വളർച്ച തടയാൻ സാധിക്കുന്നു. അമിത ബ്ലീഡിംഗ് ഉള്ളവർക്ക് മരുന്നിനോടൊപ്പം തന്നെ ആഹാരക്രമവും പാലിക്കേണ്ടതുണ്ട് വിളർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടി. ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് മരുന്ന് നിശ്ചയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹോമിയോ മരുന്നിനോടൊപ്പം നല്ല ഒരു ജീവിതശൈലിയും ആരോഗ്യമുള്ള ആഹാര രീതിയും സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് നല്ല ഒരു പരിഹാരം കാണാം. ഗർഭാശയ മുഴകൾക്ക് ഹോമിയോ മരുന്നിനോടൊപ്പം നല്ല ഒരു ജീവിതശൈലിയും ആരോഗ്യമുള്ള ആഹാര രീതിയും ശീലമാക്കേണ്ടതുണ്ട്.